ഗൈസ് ഗുഡ് മോർണിംഗ്. ഇത് വന്നിട്ട് കടച്ചക്കയാണ്, കടച്ചക്ക. അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തു. ഇപ്പോൾ അതിനെ വന്നിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തു. അതിൻ്റെ തോലിളക്കുവാണ്. ഇപ്പം ഇത് വെച്ചൊരു കൂട്ടാൻ ഉണ്ടാക്കും. കടച്ചക്ക നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന, പക്ഷേ ഇപ്പം സീസണൊന്നും അല്ല. ഭയങ്കര വിലയാണ് അവിടെ ബാംഗ്ലൂരിൽ. അതിന് കിലോ 200 രൂപ. ഇങ്ങനെ അര എണ്ണത്തിൻ്റെ തൊലി ചെത്തി രണ്ടാക്കുക വീണ്ടും. പിന്നെ ഒരു കട്ടോട് ചെയ്യുക. പിന്നെ അതിൻ്റെ മേലത്തെ പൂഞ്ഞുണ്ട്, ആ പൂഞ്ഞ് അങ്ങ് എടുത്ത് വിടും. അത് കട്ട് ചെയ്യുക. അതെ ഇങ്ങോട്ടത്തെ അരിഞ്ഞുകൊണ്ട് പിന്നെ അതിനെ ചെറിയ പീസാക്കും. ഇതിൻ്റെ പേരാണ് കടച്ചക്ക. ഭയങ്കര ടേസ്റ്റാണ് അത് കൂട്ടാൻ നോക്കുന്നത്. ഗൈസ് ഫ്രണ്ട്സ് കണ്ട, പെട്ടെന്ന് നോക്കിയാൽ ചീനിയാന്ന് വരച്ചീനി. ഫ്രണ്ട്സ്, ഇത് വന്നിട്ട് അരച്ച് വെക്കാനായിട്ട് തേങ്ങ ഒക്കെ തിരുകി അതിൽ ഒരു വെളുത്തുള്ളി ഇത് സവാള ഇടുകയാണ്. ഇത് വറുത്തരച്ച് വെക്കാനായിട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് വന്നിട്ട് തോരൻ. ഇത് തോരൻ ഉണ്ടാക്കാൻ, കടച്ചക്കയിൽ തോരൻ ഉണ്ടാക്കാൻ. ഇതിൽ വെളുത്തുള്ളി, കരിയാപ്പല ഇട്ടു, തേങ്ങ തിരികിയിട്ടു. ഇത് അടുപ്പിൽ വേവുന്നുണ്ട്. കടച്ചക്ക അടുപ്പിൽ വേവുന്നുണ്ട്. ഏകദേശം വേവാറായി. എന്നിട്ട് പാത്രം അടച്ചു. ഇത് വന്നിട്ട് തേങ്ങ വറക്കുക. ഒരു കടായിൽ തേങ്ങയും കരിയാപ്പലയും ഒരു സവാളയും ഇട്ട് വറക്കുകയാണ്. ഒരു പീസ് വെളുത്തുള്ളി 1-2 അല്ലി ഇടാം. എന്നിട്ട് അത് നമ്മളെ മുഴുവനായിട്ടുള്ള മല്ലി അതൊരു സൊട്ടിക്ക ഇട്ടുക. എന്നിട്ട് ഇളക്കുക.
നല്ല ബ്രൗൺ കളറാകുമ്പോൾ എടുക്കും. ഫ്രണ്ട്സ്, അതിനകത്ത് ഒരു ചേർക്കാൻ മറന്നു. അത് എന്തോ സാധനം എന്ന് വെച്ചാൽ പെരിഞ്ചീരകം. തേങ്ങ മൂത്ത് വരുന്നുണ്ട്, പെരിഞ്ചീരകം ചൂടെ ബ്രൗൺ ആയിട്ട് എടുത്ത് മിക്സിയിട്ട് അരിക്കുക. അത്രയും. അപ്പോൾ ഇത് വറക്കുവാണ്. ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുക. ഫ്രണ്ട്സ് കേട്ടോ, ബ്രൗൺ ആയി കഴിഞ്ഞപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു. ടർമറിക് പൗഡർ ഇട്ടു. അതിനിപ്പോൾ ഇളക്കും. ഇച്ചിരി മുളക് പൊടി ഇടുക. കാശ്മീർ ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞ പൗഡർ ഇട്ടു. ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി. ഒന്നുകൂടെ ഇളക്കുക. അപ്പോൾ ഇനിയും കളർ വരും. കണ്ടോ, ഇനിയും കളർ വരും. 6 മിക്സിയിലിട്ട് അരയ്ക്കുക. അടുത്ത പരിപാടി ഈ മെഴുക്ക് പുരട്ടിക്കുള്ള സാധനമാണ്. അതിന് നമ്മളിപ്പോൾ ഒരു ഇതിൽ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. അടുത്തത് കടുക് ഇടുവാണ്. കടുക് കാരണം ഈ കടച്ചക്ക എന്ന് പറയും. ഞങ്ങളുടെ സ്ഥലത്ത് കൊട്ടാരക്കര, ഞങ്ങളുടെ സൈഡിലൊക്കെ ചീമച്ചക്ക എന്ന് പറയും. ഈ പാലക്കാട് സൈഡിലേക്ക് കടച്ചക്ക എന്നൊക്കെ പറയും. അപ്പം എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. കടുക് പൊട്ടുന്നു. അടുത്തത് കടച്ചക്ക ഇടുകയാണ്. തേങ്ങയാണ് ഇട്ടത്. കടച്ചക്ക മാതിരി തോന്നി. ക്ഷമിക്കുക. അത് തേങ്ങ നമ്മൾ ഈ ഇറച്ചിക്ക് കട്ട് ചെയ്തില്ലേ, അതേമാതിരി തേങ്ങ പൊട്ട് എന്ന് പറയും. അതാണ് ഇട്ടത്. അടുത്ത ഇളക്കുകയാണ്. അത് ഏകദേശം മൂക്കണം. ശരി, ഇത് മൂക്കുമ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടുന്നതായിരിക്കും. കാരണം ഈ സാധനം എന്ന് പറയുന്നത് എപ്പോഴും സീസൺ അല്ല. ഇത് ഇപ്പോഴാണ്. ഇത് വന്നിട്ട് പെരിഞ്ചീരകമാണ്. പെരിഞ്ചീരകം ടേസ്റ്റ് വേണ്ടി ഇടുകയാണ്. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം ഇതിന്റെ ചേരുവകളല്ലേ മെയിൻ. അതായത് തേങ്ങ ഇട്ടു, കടുകിട്ടു, കടുക് മൂത്തു, പെരിഞ്ചീരകം ഇട്ടു. അടുത്തത് വെളുത്തുള്ളി, കരിയാപ്പില ഇട്ടു, സവാള എല്ലാം കൂടെ ഇട്ട് ഇപ്പോൾ ഇളക്കുകയാണ്. ഇളക്കി എണ്ണയിൽ കിടന്ന് മൂക്കണം. ശരി, സവാളയൊക്കെ നല്ല ബ്രൗൺ കളർ വരണം. അതിന് വെള്ളമൊക്കെ തട്ടണം. കാരണം അത് എണ്ണയിലല്ലി കിടക്കുന്നു. ഇനിയിപ്പോൾ ഉപ്പ്, സാൾട്ട് ഇട്ടു. ഒരു 1/2 ടീസ്പൂൺ ചേർവയ്ക്കും. ഇട്ടു. അത് അവരവരുടെ ആവശ്യത്തിന് വേണേ ഇടാം. അത് കുഴപ്പമില്ല. ഉപ്പ് കൂടുതലുള്ളവർക്ക് ഉപ്പിടാം. ഉപ്പ് കുറവുള്ളവർക്ക് BP ഒക്കെ ഉള്ളവർ കുറയ്ക്കും. അങ്ങനെയാണ്. അപ്പം ഇത് വന്നിട്ട് ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. കാരണം കരിയും. ഇളക്കിക്കൊണ്ടിരിക്കണം. അടുക്കി പിടിക്കും. പട്ട് സൗണ്ട് വരുന്നുണ്ട്.
മസാല ഇടും. തീ കുറച്ചിട്ട് മസാല. അപ്പോൾ തീ കുറച്ചിട്ട് മസാലകൾ ചേർക്കണം. മസാലയൊക്കെ എടുക്കുകയാണ്. എന്താണ്? ഇച്ചിരി മല്ലിപ്പൊടി. അത് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ശകലം മഞ്ഞൾ, ഇച്ചിരി മഞ്ഞപ്പൊടി. കാരണം ഈ ഒരു ചക്കയുടെ പകുതിയായിരുന്നു. ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു. അടുത്തത് മുളക് പൊടി, കാശ്മീർ ചില്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ. ആവശ്യക്കാർക്ക് അതിലും കൂടുതൽ എരിവുള്ളവർക്ക് ഇനി വേണേ ഇടാം. ഈസ്റ്റേൺ ഇറച്ചി മസാലപ്പൊടി ശകലം ചേർക്കുക, ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റേൺ ഇറച്ചി മസാല. എന്നിട്ട് ഇത് ഇളക്കുക. എണ്ണമയൊക്കെ പോയി. എന്നിട്ട് നമ്മൾ ഈ ചീമച്ചക്കല്ല കടച്ചക്ക എന്നും പറയത്തില്ലേ, ആ സാധനം വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് നമ്മുടെ ഈ മസാലയിലോട്ടിട്ട് മസാലയിലോട്ടിട്ട് അത് കിട്ടും. എന്നിട്ട് ഇളക്കുവാണ്. ഇത് പുരട്ടിയല്ലേ, പുരട്ടിയെടുക്കുന്ന കടച്ചക്ക പുരട്ടിയെടുക്കുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതാ നമുക്ക് ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. ചോറിൻ്റെ കൂടെ ചപ്പാത്തി കൂടെയും കഴിക്കാം. ദോശ, ഇഡ്ഡലി ഒക്കെ കഴിക്കാം. അത് അവരവരുടെ ഇഷ്ടം. ഓരോ എങ്ങനെ വേണേലും കഴിക്കാം, വെറുതെയും കഴിക്കാം. അതാ കളർ മാറിയുണ്ടോ ഫ്രണ്ട്സ്? കളർ മാറിയുണ്ടോ? അപ്പോൾ ആ മസാലയൊക്കെ കടച്ചക്കയിൽ പിടിച്ചിട്ടുണ്ട്. കുറച്ച് ഒരു 2 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് എടുക്കുക. ഇനി വല്ലതും ചേർക്കണില്ലേ? അപ്പോൾ എല്ലാം ചേർത്തും വെള്ളം വറ്റാൻ, വെള്ളം വറ്റിട്ട് ഇറക്കും. അത്രയും അത് വന്നിട്ട് അരയ്ക്കാൻ പോവാം. അരച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ കാണിക്കാം. ഫ്രണ്ട്സ്, ഇപ്പം ഈ വറുത്തരച്ചതിന് മസാല ഒന്ന് എണ്ണ ഒഴിച്ചു. ചെറിയ ചീഞ്ചട്ടി എടുത്തിട്ട് അതിൽ എണ്ണ ഒഴിച്ചു. എണ്ണ തിളച്ചതിന് ശേഷം തിളയ്ക്കാൻ പോകുന്നു. കടുക് ഇടും. ശകലം കടുക് ഇട്ടു. കടുക് പൊട്ടിയിട്ട് അടുത്തത് കടുക് പൊട്ടി. സവാള സവാളയും കരിവേപ്പിലയും ഇട്ടു. സവാളയും കരിവേപ്പില എന്നിട്ട് നല്ല ഇളക്കുകയാണ്. അതായത് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ടു. സവാളയും കരിവേപ്പിലയും ഇട്ടു. ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. കാരണം കരിഞ്ഞു, ഉള്ളി കരിഞ്ഞു. ഏകദേശം ബ്രൗൺ കളറാകുമ്പോൾ മറ്റു കാര്യങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഉപ്പ്, ശകലം ഉപ്പിട്ടു. അപ്പൊ ആ ഉപ്പിടുമ്പം സവാള വരണ്ടു വരും. അങ്ങനെ പ്ലസ് ടേസ്റ്റിന് ഉപ്പ്. പുറത്താണ്. ഇപ്പൊ ഉള്ളി വരണ്ടു. അപ്പം നമ്മൾ അരച്ചു വെച്ച മസാല, അതായത് തേങ്ങ ഇതെല്ലാം അരച്ച് ഇതില്ലേ മിക്സിലിട്ട് അരച്ച് ഇപ്പൊ ആ മസാല അതിന്റെ കൂടെ ചേർത്തു. ഇത് വറുത്തരച്ച തീയൽ
ഇപ്പം ഇച്ചിരി വെള്ളം കൂടെ അത് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ വെള്ളം ഒഴിച്ച് അതിനൊന്ന് ഇളക്കി അരപ്പെല്ലാം ഒന്ന് ലെവലാക്കണം. അങ്ങനെ അത് ഇച്ചിരി കഴിഞ്ഞിട്ട് ഇത് ആൾറെഡി വേവിച്ചതാണ്. ഈ കടച്ചക്ക എന്ന് പറയുന്ന സാധനം ആൾറെഡി വേവിച്ചതാണ്. അത് ഇപ്പം അതിലോട്ട് ഇടുക. അത് ആ മസാലയുടെ കൂടെ ഇട്ട് ഇളക്കുക. കണ്ടോ, അടിപൊളി കളർ. അങ്ങനെ അത് ഒന്ന് തിളയ്ക്കും. തിളച്ചിട്ട് വരുമ്പോൾ ഒന്ന് ഇളക്കും. അത്രയും നല്ല കളറാണ്. ടേസ്റ്റും ഭയങ്കരമായിരിക്കും. അതിനായ ടേസ്റ്റായിരിക്കും. തീയൽ. അങ്ങനെ നമ്മുടെ വറുത്തരച്ച തീയൽ, കടച്ചക്ക വെച്ച് വറുത്തരച്ച തീയൽ റെഡി. ഇത് തീയല്, ഇത് മെഴുക്ക് വരട്ടി. അപ്പോൾ രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇത് മെഴുക്ക് പുരട്ടി. മറ്റേത് തീയൽ, കടച്ചക്ക തീയൽ. കടച്ചക്ക ഭയങ്കര ടേസ്റ്റാണ് കഴിച്ച്. Ice in my veins, I've been driving this train. Years in this lane, there's no stopping this flame. 'Cause I came to the